നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മലയാളം ടെക് ടിപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ SMS ഓർഗനൈസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചാൽ, നമുക്ക് ദിനംതോറും കുറേ മെസ്സേജ് ലഭിക്കാറുണ്ട്. സ്പാം മെസ്സേജസ് ആയാലും അഡ്വർടൈസ്മെൻ്റ് ആയാലും അങ്ങനെ കുറേ മെസ്സേജ് ദിനംതോറും ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള മെസ്സേജസിനെ ഒരു കാറ്റഗറിയിലേക്ക് തിരിക്കുകയും നമ്മൾ പേഴ്സണലായിട്ട് വരുന്ന പേഴ്സണൽ മെസ്സേജസിനെ പേഴ്സണൽ കാറ്റഗറിയിലേക്ക് തിരിക്കുകയും ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് SMS ഓർഗനൈസർ. ഈ ആപ്ലിക്കേഷൻ ഈയിടെ മൈക്രോസോഫ്റ്റാണ് പുറത്തിറക്കിയത്. ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ SMS ഓർഗനൈസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് മലയാളം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് തന്നെ കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം യുവർ മെസ്സേജസ് വിൽ ബി സെക്യൂർ എന്ന് പറഞ്ഞ സ്ക്രീനിലേക്കാണ് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. അതിനകത്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം പെർമിഷൻസ് ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർമിഷൻസ് ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഒന്ന് കൊടുത്ത് വെരിഫൈ ചെയ്യാനുള്ളൊരു സ്ക്രീനിലേക്ക് എത്തും. അത് നിങ്ങൾ മൊബൈൽ നമ്പർ ഒന്ന് കൊടുത്തിട്ട് മെസ്സേജ് ആയിട്ട് വരുന്ന OTP ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് എത്താൻ സാധിക്കാം. അതിൽ നമുക്ക് എത്ര പേഴ്സണൽ മെസ്സേജ് വന്നു, അതുപോലെ എത്ര ട്രാൻസാക്ഷൻ മെസ്സേജ്, എത്ര പ്രൊമോഷൻ മെസ്സേജ് വന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്കൊരു പേഴ്സണൽ മെസ്സേജും 84 ട്രാൻസാക്ഷൻ മെസ്സേജും 90 പ്രൊമോഷൻ മെസ്സേജുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസിങ് ഫൈനാൻസ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അതിൽ നമുക്ക് നമ്മൾ അക്കൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ കൊടുത്താൽ നമുക്ക് ആ മെസ്സേജ് ഒക്കെ ഒരു കാർഡായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡിസ്മിസ് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് എത്താൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്കിവിടെ മെസ്സേജസ്, റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനാണുള്ളത്. പിന്നെ അതിൻ്റെ താഴത്ത് പേഴ്സണൽ, ട്രാൻസാക്ഷൻസ്, പ്രൊമോഷൻസ്, ചാറ്റഡ് എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പേഴ്സണലാണ് വന്ന് നിൽക്കുന്നുണ്ടാവുക. നമുക്ക് പേഴ്സണലായ മെസ്സേജസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എനിക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ പേഴ്സണൽ ആയിട്ടുള്ളൂ. പിന്നെ താഴത്ത് ട്രാൻസാക്ഷൻസ് എന്ന ഓപ്ഷനാണുള്ളത്. ട്രാൻസാക്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാൻസാക്ഷൻസ്, ബാങ്കിൻ്റെ, KCB, അതേപോലെ കുറേ ട്രാൻസാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് ഒക്കെ ഇവിടെയാണ് കാണാൻ സാധിക്കുക. പിന്നെ താഴത്ത് പ്രൊമോഷൻസ് ഉള്ള ഓപ്ഷനാണ്. അതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ്, ഐഡിയയുടെ അഡ്വർടൈസ്മെന്റ്, ആമസോൺ, അങ്ങനെ കുറേ അഡ്വർടൈസ്മെന്റ് വരുന്ന മെസ്സേജസ് ഒക്കെ ഇവിടെയാണ് കാണാൻ സാധിക്കുക. പിന്നെ ഒരു ഓപ്ഷനാണ് സ്റ്റാറ്റേഡ്. സ്റ്റാറ്റേഡ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ SMS വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് 2-3 SMS പെട്ടെന്ന് തന്നെ കാണുകയും സ്റ്റാറ്റേഡ് ആക്കി വെച്ചാൽ ഈ ഓപ്ഷൻ വന്നാൽ നമുക്കത് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻസിൻ്റെയും പ്രൊമോഷൻ താഴത്ത് ഉണ്ട് ഒരു റെഡ് ഡോട്ട് വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റെഡ് ഡോട്ട് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഓപ്ഷനിൽ കുറച്ച് മെസ്സേജസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അതാണ് ഈ റെഡ് ഡോട്ട് കാണിച്ചിരുന്നത്. പിന്നെ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതാണ് നമുക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ട് മെസ്സേജിനൊക്കെ സെക്യൂരിറ്റി ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ പാറ്റേൺ അതേപോലെ ലോക്ക് ചെയ്ത് നമുക്കത് ആക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലോക്ക് ഏതാണ് ലോക്ക് കൊടുത്തത് അത് വെച്ച് മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട മെസ്സേജും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരു 3 വരയുണ്ട് നമുക്ക് ആപ്ലിക്കേഷന് മുകൾ ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീഫ്രഷ് കാർഡ്സ്, ആഡ് റിമൈൻഡർ, ഷോ പാസ് റിമൈൻഡേഴ്സ്, ഫീഡ്ബാക്ക്, സെറ്റിംഗ്സ്. അപ്പോൾ റീഫ്രഷ് കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് പുതിയ മെസ്സേജ് അഥവാ വന്നിട്ടില്ല, ഈ ആപ്ലിക്കേഷൻ വന്നില്ല, റീഫ്രഷ് കാർഡ് അടിച്ചാൽ എല്ലാ മെസ്സേജും ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ആവും. പിന്നെ റിമൈൻഡർ, നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ട് അത് കാണാനുള്ള റിമൈൻഡർ വെക്കാൻ സാധിക്കും. അതൊക്കെയാണ് പിന്നെ ഈ ആപ്ലിക്കേഷന് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് താഴത്ത് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പേജിൻ്റെ ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെസ്സേജസ് അയക്കാൻ സാധിക്കും. ടൈപ്പ് മെസ്സേജസ് ഒക്കെ അയക്കാൻ സാധിക്കും. ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് മെസ്സേജൊക്കെ ഓരോ കാറ്റഗറിയിലേക്ക് വേർതിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് SMS ഓർഗനൈസർ. ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്ത താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.